ഓം ശാന്തി. മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ശക്തിയാണ് സങ്കല്പം. നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എന്താണോ നമ്മുടെ ഉള്ളിലൂടെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിചാരം, തോട്ട്സ്, ഈ തോട്ട്സൊക്കെ തന്നെ ഈ പഞ്ചതത്വങ്ങളിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും പഞ്ചതത്വങ്ങളും ഈ യൂണിവേഴ്സും ഒക്കെ ആ തോട്ട്സിനെ സ്വീകരിച്ച് അതേ തരത്തിലുള്ള തോട്ട് എനർജി ക്രിയേറ്റ് ചെയ്ത് നമ്മളിലേക്ക് തിരിച്ചുവിടും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യദുർഭാഗ്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്ന, മിക്കവാറും പേർക്ക് അറിയാവുന്ന, എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള വലിയൊരു പ്രപഞ്ച സത്യമാണ് ഈ കാര്യം. അതിലും അതിപ്രധാനം അതിരാവിലെ സമയത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന വിചാരങ്ങൾ. പ്രഭാതത്തിൽ ഉണരുന്ന സമയം ഏത് വിചാരമാണോ നമ്മളിൽ നിന്ന് ഒഴുകുന്നത്, ആ വിചാരം ആ ഒരു ഫുൾ ഡേ നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ടാണല്ലോ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറയാനും അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അത് ഏറ്റവും നമ്മുടെ ജീവിതത്തിന് ആ സമയത്ത് ആവശ്യമായിരിക്കുന്നത് എന്താണോ അത്തരം അഫർമേഷൻസ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും മൊത്തത്തിൽ സഹായിക്കുന്ന അഫർമേഷൻസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ വിചാരങ്ങളുടെ പവറിനെ ട്യൂൺ ചെയ്യുന്ന സമയം, ബെസ്റ്റ് ടൈം അതാണ്. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ പോവുകയാണ്. പ്രഭാതത്തിൽ ഉണരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊഴുകുന്ന വിചാരം, അത് കണ്ണു തുറക്കുമ്പോൾ നമ്മളിന്ന് ഉണ്ടാകുന്ന വിചാരം, അതേത് വിചാരമെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുമ്പോൾ എത്തരം വിചാരങ്ങളിലാണോ, ഏത് ഫീലിങ്ങിലാണോ നിങ്ങൾ ഉറങ്ങിയത്, ആ ഫീലിംഗ് പ്രഭാതത്തിൽ കണ്ണും തുറക്കുമ്പോഴേക്കും അത് നമ്മളെ ആക്ടിവേറ്റ് ആവും. രാത്രി വളരെ സന്തോഷത്തോടുള്ള ഫീലിങ്ങോടെ ഉണർന്നെങ്കിൽ രാവിലെ ഉണരുമ്പോൾ നമ്മൾ നല്ല മൂഡായിരിക്കും. അതാ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊരു വിഷമിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉറങ്ങിയതെങ്കിൽ പ്രഭാതത്തിൽ കണ്ണ് തുറക്കുമ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഒഴുകിയെത്തും. അപ്പോൾ അതിൻ്റെ അർത്ഥം രാത്രി ഉറങ്ങുന്ന സമയം മുഴുവൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ സെയിം മൂഡിലുള്ള തോട്ട് എനർജീനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കാൻ സമയത്ത് അന്നന്നത്തെ മനസ്സിനെ മുഴുവൻ ക്ലീനാക്കി, ശുദ്ധമാക്കി, ഹൈലി എനർജറ്റിക്കായി, പോസിറ്റീവാക്കിയിട്ട് വേണം ഉറങ്ങാൻ. ഇപ്പോൾ സപ്പോസ് കുടുംബമാണ്, പതി പത്നിമാർ, അല്ലെങ്കിൽ എവിടെ ഒന്നിച്ച് താമസിക്കുമ്പോഴും അടുത്ത് താമസിക്കുന്നവർ തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും ഒഴിവാക്കാൻ പറ്റാത്ത സംബന്ധം, പതി പത്നി സംബന്ധം, അതിൽ എപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പതി അല്ലെങ്കിൽ പത്നി ഒരാൾ, അതിൽ സദാ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും എന്ത് പറഞ്ഞാലും മനസ്സിലാവുകയും ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ നമ്മളെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന നമ്മുടെ പാർട്ട്ണർ, രാവിലെ ഉറക്കമുണരുമ്പോൾ നമ്മൾ ആദ്യം കണ്ണുകൊണ്ട് കാണുന്നതും അവരെയായിരിക്കും. അപ്പോൾ അത്തരം ക്യാരക്ടറുള്ള നമ്മുടെ പാർട്ട്ണറെക്കുറിച്ച് കണ്ണു തുറന്നവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അറിയാതെ വരുന്ന വിചാരം, എൻ്റെ ഭഗവാനെ, ഇവരെ കൂടെ വേണമല്ലോ എൻ്റെ ജീവിതം മുഴുവൻ കൊണ്ടുപോകാൻ, ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളുകളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ പ്രയാസം, എൻ്റെ ഈശ്വര നീ തന്നെ രക്ഷിക്കണം എന്നൊക്കെ ആയിരിക്കും പലപ്പോഴും പല ദിവസവും പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ ആ വിചാരം അറിയാതെ വരും. അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. എപ്പോൾ സത്യമായിരിക്കും നിങ്ങൾ പറഞ്ഞത്, കാരണം നിങ്ങൾക്കുണ്ടായ അനുഭവം, നിങ്ങളുടെ ഫീലിംഗ് അത് ഓട്ടോമാറ്റിക്കലി പ്രവഹിച്ചതാണ്. പക്ഷേ നിങ്ങളെപ്പോഴാണോ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ പ്രഭാതത്തിൽ ഉണർന്ന വഴി അവരെ കാണുമ്പോൾ അറിയാതെ അങ്ങനെ വിചാരിച്ചു പോകുന്നത്, ആ ദിവസം പകൽ കർമ്മത്തിൻ്റെ ലോകത്തിൽ വരുമ്പോൾ ഇന്നലത്തേക്കാൾ കൂടുതൽ സ്ട്രോങ്ങായി അവർ മോശമായി, ഇറിറ്റേറ്റഡായി നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും അവരുടെ കുറ്റം മാത്രമാണെന്ന്. അല്ല, രാവിലെ തന്നെ നമ്മൾ അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ അവരുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലത്തെ പ്രഭാതത്തിലെ ഏർലി മോർണിംഗ് പവർഫുൾ നമ്മുടെ തോട്ട് എനർജി, ആ തോട്ട് എനർജി നമ്മൾ ഇത്രയും ഹൈ നെഗറ്റീവ് എനർജി കൊണ്ട് ചാർജ് ചെയ്ത് അവരിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് അന്ന് അവർ കൂടുതൽ മോശമായി പെരുമാറുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇമോഷൻ വളരെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ ഇമോഷൻസ് എന്താണോ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രഭാതത്തിൽ നമ്മൾ ആരെക്കുറിച്ച്, ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത് കിടക്കുന്ന ആളെന്നെ ആയിക്കൊള്ളണമെന്നില്ല, ആരാണോ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നത് അവരായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഓർമ്മയിൽ വരിക, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിപ്പിക്കുന്നവർ. അപ്പോൾ സന്തോഷിപ്പിക്കുന്നവരാണെങ്കിൽ ഗുഡ്, പക്ഷേ വിഷമിപ്പിക്കുന്നവരെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ അതൊരിക്കലും പോസിറ്റീവ് ആവില്ല നമ്മളിൽ നിന്ന് വരിക.
അപ്പോൾ ആ വിഷമിപ്പിക്കുന്ന സ്വഭാവം അവരിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മൾ കൂടുതൽ വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അവരെക്കുറിച്ച് എന്താ നമ്മൾ തോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്? യെസ്, അവരെക്കുറിച്ച് ചിന്തിക്കണം. ഇവർ വളരെ നല്ല വ്യക്തിയാണ്, ഇവരിൽ ഗുണങ്ങളെല്ലാം നിറഞ്ഞിട്ടുണ്ട്, വളരെ സ്നേഹിയാണ്, എൻ്റെ നല്ല ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എന്നോട് നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ എന്താണോ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ നല്ല ഗുണങ്ങളുടെ ആധാരത്തിൽ അവരെ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ എപ്പോൾ നമ്മൾ നമ്മുടെ തോട്ട് എനർജീനെ പോസിറ്റീവ്ലി ആ രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, അവരറിയാതെ അടുത്ത ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം പ്രഭാതം കഴിഞ്ഞ് സാധാരണ പകൽ സമയത്ത് നമ്മുടെ കൂടെ കർമ്മങ്ങളിൽ വരുന്ന സമയം അവരുടെ സ്വഭാവത്തിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യണം. അന്നന്ന് രാത്രി കിടക്കുന്നതിനേക്കാൾ മുന്നേ എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ തോട്ട് പാറ്റേൺ കൊണ്ടെങ്കിലും പോസിറ്റീവാക്കി അവരോട് ക്ഷമിച്ച് ഈശ്വരന് മുന്നിൽ സമർപ്പിച്ച് ശാന്തമായ മനസ്സോടെ സ്വസ്ഥമായി കിടന്നുറങ്ങണം. അപ്പോൾ പ്രഭാതത്തിൽ അവരുടെ ഓർമ്മ വരികയാണെങ്കിൽ പോലും നല്ലത് അവരെക്കുറിച്ച് ചിന്തിക്കാവൂ, മോശം ചിന്തിക്കരുത്. കാരണം മോശം ചിന്തിച്ചാൽ നമ്മുടെ ജീവിതയാത്രയിൽ അവർ കൂടുതൽ കടൽസ് ഉണ്ടാവും, അവരുടെ സ്വഭാവവും മോശമായിപ്പോവും. ഇത് കേവലം അവരോട് മാത്രമല്ല, ആ വ്യക്തിയോടൊന്നല്ല. ഇനിയിപ്പോൾ ഒരു നമ്മുടെ ധനത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഒരുപാട് ധനപരമായി ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് രാത്രി ഉറങ്ങി രാവിലെ ഉണരുമ്പോൾ തന്നെ അയ്യോ ഭഗവാനെ ഇത്രയും ഇല്ലല്ലോ, അങ്ങനെയല്ലേ, ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? യെസ്, ധനം ഇല്ലാതെയാവും. അപ്പോൾ ഏത് സിറ്റുവേഷനാണ് നമ്മൾ അനുഭവിക്കുന്നത്, നമുക്കൊരു പസിലായി നമ്മുടെ മുന്നിലുള്ളത്, അത് രാത്രി സമയങ്ങളിൽ ആ പകൽ ദിവസം നമുക്കുണ്ടായിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനെയും ഈശ്വരന് മുന്നിൽ സമർപ്പിച്ച് അതിന് പരിഹാരത്തോടുള്ള തോട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് സ്വസ്ഥമായി ഉറങ്ങണം. നമ്മുടെ ഇമോഷനെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പോസിറ്റീവ് തോട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതയാത്ര സുഗമമാകും. നിങ്ങൾക്കും നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോസിറ്റീവ് തോട്ട്സിലൂടെ നിങ്ങളുടെ എനർജി ഉപയോഗിച്ച് നിങ്ങളുടെ യാത്ര സുഗമമാക്കാൻ സാധിക്കട്ടെ. ഓം